ഓക്കെ. സോ ഹലോ ഗൈസ്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമുക്കറിയാലോ, നമുക്ക് 9th സ്റ്റാൻഡേർഡിന് അധികം അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, പുതിയ ടെക്സ്റ്റ് ആണ്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ സമഗ്രയുടെ ഭാഗത്തു നിന്ന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യനും ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും എല്ലാം എന്ത് ചെയ്യാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്കും പേനയും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഈ ക്ലാസ് കഴിയുമ്പോൾ ഏകദേശം നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്സ് റിവൈസ് ആവും. ഓക്കെ അല്ലേ? സോ വൃത്തിയായിട്ട് ബുക്കിനും ടെക്സ്റ്റിലും മാർക്ക് ചെയ്ത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, എഴുതി പോവുക. അതേപോലെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ഇടുമ്പോഴും നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രം തുടർന്ന് എൻ്റെ സൊല്യൂഷൻ കാണുക. ഓക്കെ അല്ലേ? സോ ശ്രദ്ധിച്ചേക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ എലമെന്റ്സ് ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഓഫ് നൈട്രജൻ ഈസ് 5. ഇൻ വിച്ച് ഗ്രൂപ്പ് ഇറ്റ് ഈസ് ഫൗണ്ട്? ഏതാ ചാപ്റ്റർ എന്ന് ഓർക്കുന്നുണ്ടോ? ഇത് പീരിയോഡ് ടേബിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കാം നമുക്ക്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: നൈട്രജന്റെ ഔട്ടർ മോസ്റ്റ് ഉള്ള ഇലക്ട്രോൺ എണ്ണം 5 ആണ്. സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചു. ഇൻ വിച്ച് ഗ്രൂപ്പ് ഇറ്റ് ഈസ് ഫൗണ്ട്? നൈട്രജന്റെ ബാഹ്യതമ ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണം 5 ആണ്. ഇത് ഏത് ഗ്രൂപ്പിൽ കാണപ്പെടുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു 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 എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? സോ സപ്പോസ് നോക്കാം, നമ്മൾ നൈട്രജന്റെ കേസ് എടുക്കാം. അറ്റോമിക് നമ്പർ 7, 2, 5. ഇത് തന്നിട്ടില്ല, 5 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഈ 5 വെച്ചിട്ട് മാത്രം നമ്മൾ എങ്ങനെയാണ് നൈട്രജന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്? ശ്രദ്ധിക്കണം. ഒരാളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ അയാളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 10 കൂട്ടിയാൽ മതി. സോ ഒരാളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അയാളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനോട് എന്ത് കൂട്ടിയാൽ മതി? 10 കൂട്ടിയാൽ മതി. പറയടാ, 10 + 5 എത്ര കിട്ടും? 15 ആണ് ഗ്രൂപ്പ് നമ്പർ. പീരീഡ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അയാളുടെ ഷെല്ലിൽ എണ്ണം നോക്കേ. ഒരു ഷെല്ല്, 2 ഷെല്ല്, മൊത്തം എത്ര ഷെല്ലുണ്ട്? 2 ഷെല്ല്. സോ രണ്ടാമത്തെ പീരീഡ് ആണ്. നിങ്ങളെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം നിങ്ങൾ തരാം. നോക്കുക, ശ്രദ്ധിക്കാം. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8, 2,6. ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്ര ആയിരിക്കും? അത് തന്നെ, അവസാന ഷെല്ലിരിക്കുന്ന 6ന്റെ കൂടെ എന്ത് കൂട്ടുക? 10 കൂട്ടുക. 16 എന്ന് കിട്ടും. 16ാമത്തെ ഗ്രൂപ്പിലാണ് ഓക്സിജൻ ഉള്ളത്. ഇനി എങ്ങനെ പീരീഡ് നമ്പർ കണ്ടുപിടിക്കുന്നത്? 1, 2. എത്ര ഷെല്ലുണ്ട്? 1, 2. 2 ഷെല്ല്. അപ്പൊ സെക്കൻഡ് പീരീഡ് ആണ്. അങ്ങനെയാണെങ്കിൽ സോഡിയം അറ്റോമിക് നമ്പർ 11, 2, 8, 1. ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ പീരീഡ് നമ്പർ നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണ്. സോ ഇതിന്റെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ആൻസർ എന്തായിരുന്നു? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരുന്നു? നൈട്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 5 ആണ്. സോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 10 കൂട്ടിയാൽ മതി. 15 ആണ് ഗ്രൂപ്പ് നമ്പർ. പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? പീരീഡ് ചോദിച്ചിട്ടില്ല, എന്നാലും പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്തിരിക്കുന്ന ഇലക്ട്രോൺ ഷെല്ലിന്റെ എണ്ണം നോക്കിയാൽ മതി. എത്ര ഷെല്ലുണ്ട്? 2 ഷെല്ലുണ്ട്. സെക്കൻഡ് ഷെല്ലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The energy released when an atom is converted into an ion by adding electron is called dash. ഒരാറ്റത്തിലെ ഇലക്ട്രോൺ ചേർത്ത് അയോൺ ആക്കി മാറ്റുമ്പോൾ പുറത്തു വിടുന്ന ഊർജ്ജത്തെ വിളിക്കുന്ന പേര് എന്ത്? ശ്രദ്ധിക്കടാ. ഒരാറ്റത്തിന് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഇലക്ട്രോണെ വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഇലക്ട്രോണെ കൊടുക്കാൻ പറ്റും. ഇലക്ട്രോണെ വാങ്ങുവാണെങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ വാങ്ങുമ്പോൾ കിട്ടുന്ന എനർജി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോണെ വാങ്ങുമ്പോൾ നമ്മൾ വിളിക്കുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഈ ഇലക്ട്രോൺ കൊടുക്കുവാണെങ്കിൽ ആ എനർജിയെ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ എനർജി. എന്ത് വിളിക്കും? അയോണൈസേഷൻ എനർജി. ഒന്നുകൂടെ പറയാം, ഇലക്ട്രോണെ ഒരു ആറ്റം വാങ്ങുവാണെങ്കിൽ അപ്പൊ അവിടെ ഉണ്ടാവുന്ന എനർജിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇനി ഇലക്ട്രോണെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് അയോണൈസേഷൻ എനർജി. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഈ 2 കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഇലക്ട്രോണെ വാങ്ങുവാണെങ്കിൽ
ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി, ഇലക്ട്രോണെ കൊടുക്കുവാണെങ്കിൽ അയോണൈസേഷൻ എനർജി. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ദ എനർജി റിലീസ്ഡ് വെൻ ആൻ ആറ്റം ഈസ് കൺവേർട്ടഡ് ഇൻടു അയോൺ ബൈ ആഡിങ് ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോൺ ആഡ് ചെയ്യുവാണ്, ഇലക്ട്രോൺ വാങ്ങുവാണ്. വാങ്ങുമ്പോൾ എന്താ വിളിക്കുക? ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയാണ്. അയോണൈസേഷൻ എനർജി എപ്പോഴാണ് വരുന്നത്? ഇലക്ട്രോണെ കൊടുക്കുമ്പോൾ. അയോണൈസേഷൻ എന്താൽപ്പിയും ഇലക്ട്രോണെ കൊടുക്കുമ്പോൾ. അയോണൈസേഷൻ അല്ല. സോ ആൻസർ ഈസ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Mg plus F2 gives MgF2. This is a reaction in which magnesium fluoride is produced. Magnesium fluoride ഉണ്ടാവുന്ന റിയാക്ഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നേക്കുന്നത്. ഓക്കെ, which is the oxidizing agent in this chemical reaction. ഈ കെമിക്കൽ റിയാക്ഷനിലെ ഓക്സിഡൈസിങ് ഏജന്റ് ആര്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിഡക്ഷൻ നടക്കുന്ന ആളാണ്. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിഡക്ഷൻ നടക്കുന്ന ആളാണ്. ഇവിടുത്തെ കേസിനാണ് നോക്കേണ്ട കാര്യം, ആർക്കാണ് ഇവിടെ റിഡക്ഷൻ നടക്കുന്നത് കണ്ടുപിടിക്കണം. നോക്കാം, ഇവിടെ നമ്മുടെ Mg ഒറ്റയ്ക്കിരിക്കുമല്ലേടാ? Mg ഇവിടെ ഒറ്റയ്ക്കിരിക്കുമല്ലേ? ആരും ഇല്ലാതെ ഒറ്റയ്ക്കിരിക്കുമല്ലേ? അങ്ങനെ ഒറ്റയ്ക്കിരിക്കുവാണെങ്കിൽ അയാളുടെ ഓക്സിജൻ നമ്പർ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. F2 ഒറ്റയ്ക്കിരിക്കുമല്ലേടാ? F മാത്രമല്ലേ ഉള്ളൂ, Fന്റെ കൂടെ വേറെ ഏതെങ്കിലും എലമെന്റ് ഉണ്ടോ? ഇല്ല, സിംഗിൾ ആണ്, ഒറ്റയ്ക്കിരിക്കുവാണ്. ഒറ്റയ്ക്കിരിക്കുവാണ്, അയാളുടെ ചാർജ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി MgF2 എന്ന് പറഞ്ഞാൽ കമ്മിറ്റഡ് ആണ്. Mgയുടെ കൂടെ ആരുണ്ട്? F ഉണ്ട്. Fന്റെ കൂടെ ആരുണ്ട്? Mg ഉണ്ട്. ഓക്കെ, ഇനി ഇതിനകത്തുള്ള ഓക്സിഡേഷൻ നമ്പർ ഞാൻ നിങ്ങൾക്ക് നോട്ടില് അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചർമാർ തന്നിട്ടുണ്ടാവും. Mgയുടെയും Fന്റെയും ഓക്സിഡേഷൻ നമ്പർ എന്താന്ന് തന്നിട്ടുണ്ടാവും. ഓക്കെ, സോ Mgയുടേത് +2 ആണ്, Fന്റേത് -1 ആണ്. ഇനി അറിയാത്ത ആൾക്കാർക്ക് ഇതിന്റെ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ നോക്കാം നമുക്ക് അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ എങ്ങനെ ചെയ്യാന്ന്. Mg അറ്റോമിക് നമ്പർ 12, 2, 8, 2. അവസാന ഷെല്ല് 2 ഇലക്ട്രോൺ. സ്റ്റേബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? എണ്ണത്തിനെ കൊടുക്കണം. എണ്ണത്തിനെ കൊടുക്കുവാണെങ്കിൽ എന്ത് ചാർജ് ഇട്ടൂടാ? +2. കൊടുക്കുമ്പോൾ പ്ലസ് എത്ര എണ്ണത്തിനെ കൊടുത്ത? 2 എണ്ണത്തിന്. സോ +2. F എന്ന് പറഞ്ഞ അറ്റോമിക് നമ്പർ 9, 2,7. അവസാന ഷെല്ല് 7 എണ്ണം. സ്റ്റേബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരെണ്ണം കൂടെ വാങ്ങണം. വാങ്ങുമ്പോൾ എന്ത് ചാർജ് ആണ്? മൈനസ് ചാർജ്. എത്ര എണ്ണത്തിനെ വാങ്ങിയ? ഒരെണ്ണത്തിന് മൈനസ് ആണ്. സോ Mgയുടെ ചാർജ് +2ഉം Fന്റെ ചാർജ് -1. ഇനി ഇതൊന്നും ഇല്ലാതെ കണ്ടുപിടിക്കാം. അവസാനം പറഞ്ഞുതരാം, നോക്കാം. ഇവിടെ Mg 0 എന്തായിട്ട് മാറി? +2 ആയിട്ട് മാറി. F 0 എന്തായിട്ട് മാറി? -1 ആയിട്ട് മാറി. Mg 0 +2 ആയപ്പോൾ ഓക്സിജൻ നമ്പർ കൂടി. സോ Mgക്ക് സംഭവിച്ചത് ഓക്സിഡേഷൻ. F 0 -1 ആയി, ഓക്സിജൻ നമ്പർ കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞതിന് എന്ത് പറയണം? റിഡക്ഷൻ. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ആരാ? റിഡക്ഷൻ സംഭവിച്ച ആള്. ആരാ റിഡക്ഷൻ സംഭവിച്ചത്? F ആണ് റിഡക്ഷൻ സംഭവിച്ചത്. സോ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് F2 ആണ്. ഓക്സിഡൈസിങ് ഏജന്റ് F2 ആണ്. ഇനി വേറെ രീതി. ഇനി നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ ചെയ്യും? നിങ്ങൾ ആലോചിക്കുക, ബുദ്ധി ഉപയോഗിക്കുക. Mg മഗ്നീഷ്യം, ഞാൻ പറഞ്ഞതുകൊണ്ട് EM വന്നു കഴിഞ്ഞാൽ മെറ്റലാണ്. സോ മഗ്നീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലാണ്. മെറ്റൽ എപ്പോഴും എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മെറ്റൽ എപ്പോഴും എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ മഗ്നീഷ്യം ഇലക്ട്രോണെ കൊടുക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചാർജാണ് വരുന്നത്? പോസിറ്റീവ് ചാർജ് അല്ലേ? അപ്പൊ 0യിൽ നിന്ന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായാലും അറ്റോമിക് നമ്പർ കൂടുമല്ലേ, സോറി ഓക്സിഡേഷൻ നമ്പർ കൂടുമല്ലേ ഇവിടെ ചെയ്യുന്നത്? ഒന്നുകൂടെ പറയാം, മഗ്നീഷ്യം ഒരു മെറ്റലാണ്. മെറ്റൽ എന്താണ് എപ്പോഴും ചെയ്യുന്നത്? ഇലക്ട്രോണെ കൊടുക്കും. കൊടുക്കുവാണെങ്കിൽ എന്ത് ചാർജ് കിട്ടുക? പോസിറ്റീവ്. അപ്പൊ 0യിൽ നിന്ന് പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഓക്സിഡേഷൻ നമ്പർ കൂടുമല്ലേ ഇവിടെ ചെയ്യുന്നത്? അങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കൂടിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് ഓക്സിഡേഷൻ അല്ലേണോ? ഇയാൾ ഓക്സിഡേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇയാൾ എന്തായിരിക്കും? റിഡക്ഷൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് എന്താ വേണ്ട? റിഡക്ഷൻ നടക്കുന്ന ആളെ പോരെ? റിഡക്ഷൻ നടക്കുന്ന ആളിതാണ്. ഇയാൾക്ക് ഓക്സിഡേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇയാൾ എന്തായിരിക്കും? റിഡക്ഷൻ ആയിരിക്കും. ഇനി വേണം ഇങ്ങനെ ചിന്തിക്കാം. F2 ഫ്ലൂറിൻ എന്ന് പറഞ്ഞ ഒരു നോൺ മെറ്റൽ ആണ്, മെറ്റൽ അല്ലാത്ത ഒരാളാണ്. ഫ്ലൂറിൻ എപ്പോഴും, അപ്പൊ നോൺ മെറ്റൽ എപ്പോഴും എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണെ വാങ്ങും. വാങ്ങുമ്പോൾ ഉറപ്പായിട്ടാക്കി നെഗറ്റീവ് ചാർജ് അല്ലേ വരാൻ പോണേ? 0യിൽ നിന്ന് നെഗറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ട് അയാൾ എന്തായിരിക്കും? ഓക്സിജൻ നമ്പർ കുറയുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് റിഡക്ഷൻ. കണ്ടോ? ക്ലിയർ ആണോ? അപ്പൊ ഇയാൾക്ക് ഉറപ്പായിട്ട് എന്ത് സംഭവിക്കാൻ പോണേ? റിഡക്ഷൻ ആയിരിക്കും സംഭവിക്കാൻ പോണത്. അപ്പൊ റിഡക്ഷൻ സംഭവിക്കുന്ന ആളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ F2 ആണ് ആൻസർ. എങ്ങനെ നോക്കിയാലും ഓക്കെ ആണോ? വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ അമോണിയം ക്ലോറൈഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട്? അമോണിയം ക്ലോറൈഡ് മനസ്സിലാക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ അമോണിയം ക്ലോറൈഡ് എന്താ നോക്കാം. ഈ ടോപ്പിക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോടാ? നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചായിട്ട് ഈ ടോപ്പിക് ഓർക്കുന്നുണ്ടോ? നോക്ക്. അമോണിയം, ഞാൻ പറഞ്ഞു അമോണിയ എന്ന് പറഞ്ഞാൽ NH3 ആണ്. അമോണിയം എന്ന് പറഞ്ഞാൽ NH4 ആണ്. സോ അമോണിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് NH4 ആണ്.
അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ NH4Cl ആണ്. ഓക്കെ. ഇനി സോഡിയം എന്ന് പറഞ്ഞാൽ Na ആണ്. ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH ആണ്. ഹൈഡ്രോക്സൈഡ് എന്ന് വെച്ചാൽ OH ആണ്. സോ അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഗ്യാസ് ആണ് പുറത്തോട്ട് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നോക്ക് ഇത് എവിടെ പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ഒരു സാധനം നിങ്ങൾ എവിടെ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ടെമ്പറേച്ചറിന്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് 2 അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ മണപ്പിച്ച് നോക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഞാൻ കാണിച്ചു തരാം. നോക്ക് ഇത് ഓർക്കുന്നുണ്ടോ? നമ്മൾ ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും ഇങ്ങനെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതിനകത്ത് NH3 ഉണ്ടാവും. എന്തുണ്ടാവും? NH3 ഉണ്ടാവും. NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചന്റ് സ്മെല്ലുള്ള ഗ്യാസ് ആണ്. NH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചന്റ് സ്മെല്ലുള്ള ഗ്യാസ് ആണ്. അപ്പോ ഇത് മണപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര നാറ്റം അടിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോ ആദ്യം നമ്മൾ ഈ സാധനം ഈ ഒരു റിയാക്ഷൻ നടത്തി നമ്മൾ മണപ്പിച്ച് നോക്കുമ്പോൾ നാറ്റം അടിച്ചില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് ചൂടാക്കി, ഒന്ന് ഹീറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ പിന്നെയും എന്ത് ചെയ്തു? ഇതിങ്ങനെ മണപ്പിച്ച് നോക്കിയപ്പോൾ ഭയങ്കര സ്മെല്ല് അടിച്ചു. എന്തുകൊണ്ടായിരുന്നു? ആദ്യം ഇതിനകത്തുള്ള മോളിക്യൂൾസ് ത്രെഷോൾഡ് എനർജിക്ക് താഴെയായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ചൂടാക്കിയപ്പോൾ മോളിക്യൂൾസിന് എണ്ണം എന്ത് ചെയ്തു? കൂടി ത്രെഷോൾഡിനുള്ള. ഓക്കെ അല്ലേ? ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഈ റിയാക്ഷൻ അവിടെ ചോദിച്ചേക്കുന്നത്. സോ NH4Cl + NaOH അന്ന് ഞാൻ കാണാൻ പഠിക്കണമെന്ന് പറഞ്ഞതാ. നോക്കോ. അപ്പോ ഇതെങ്ങനെയാണ് ഇതെങ്ങനെ എഴുതാൻ പറ്റുക? നോക്ക്, ഇവിടെ ഇരിക്കുന്ന NAയും ഇവിടെ ഇരിക്കുന്ന Cl-നെയും കൂടെ ഒളിച്ചോടിക്കാം. എന്ത് കിട്ടും? NaCl പ്ലസ് ഇവിടുന്ന് ഒരു H എടുക്കുക, ഇവിടുത്തെ OH ആയിട്ട് ചേർക്കുക. H ഉം OH കൂടെ ചേരുമ്പോൾ എന്ത് കിട്ടൂടാ? H പ്ലസ് OH മൈനസ് H2 ആണ്. ഇവിടുന്ന് ഒരു H പോയി, ബാക്കി ഇനി എന്തുണ്ട്? NH3. NaCl ഒരു ഗ്യാസ് അല്ല, H2 ഒരു ഗ്യാസ് അല്ല. അപ്പൊ ആരതിനകത്തുള്ള ഗ്യാസ്? അമോണിയ ആണ്. NH3 എന്ന് പറഞ്ഞാൽ എന്താണ്? അമോണിയ ആണ്. സോ ഉണ്ടാവുന്ന ഗ്യാസിന്റെ പേരെന്താ? അമോണിയ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇതൊക്കെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക? എഴുതുക. വീഡിയോ തുടർന്ന് കാണാം. വാട്ട് ഇസ് ദ സൊല്യൂട്ട് ഇൻ സോഡ വാട്ടർ? എല്ലാവരും എഴുതുന്ന ക്വസ്റ്റ്യൻ ആണ്. സോഡ വാട്ടറിനകത്തുള്ള സൊല്യൂട്ട് ആരാണ്? അതിനു മുമ്പ് സോഡ വാട്ടർ എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ അറിയണം. എങ്ങനെ സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്? സിമ്പിൾ ആടാ, നോക്കടാ. സോഡ വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് വെള്ളം എടുക്കണം, കുറച്ച് വാട്ടർ എടുക്കണം. ഈ വാട്ടറിനകത്തോട്ട് എന്ത് ചെയ്യുക? കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ? സോഡ വാട്ടർ കിട്ടും. ഓക്കെ അല്ലേ? കാർബണേറ്റഡ് വാട്ടർ ആണെന്ത്? സോഡ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് വാട്ടർ ആണ് ഇവിടുത്തെ സോൾവെന്റ്. സോൾവെന്റ് എന്താടാ? വാട്ടർ ആണ്. ഇവിടുത്തെ സൊല്യൂട്ട് ഏതാടാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇവിടുത്തെ സൊല്യൂട്ട് ആരാണ്? സോഡ വെള്ളത്തിൽ ലീനം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇത്ര നമ്മൾ കഴിഞ്ഞത്. ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻസ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. 4 മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം തന്നിരിക്കുന്നു. ഓക്കെ അല്ലേ? പ്രതീകങ്ങൾ യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചുമ്മാ ഒരു സിമ്പിൾസ് എന്നേക്കുമാണ്, ഒറിജിനൽ സിമ്പിൾസ് ഒന്നും അല്ല. ഓക്കെ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,3, C 2,7, B 2,1, D 2,8,8. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദീസ് ഈസ് എ നോബിൾ ഗ്യാസ്? ഇവയിൽ ആരാണ് ഉത്കൃഷ്ടവാതകം? ആരാണ് നോബിൾ ഗ്യാസ്? നമുക്കറിയാവുന്ന കാര്യം നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് വേണം? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 8 ഇലക്ട്രോൺ വേണം. സോ നോക്കടാ, ഇതിനകത്ത് ആർക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ? ഇയാൾക്കില്ല. ഇവനാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ളത്. സോ വിച്ച് വൺ ഓഫ് ദീസ് നോബിൾ ഗ്യാസ്? ഡി എന്താണ്? നോബിൾ ഗ്യാസ് ആണ്. വിച്ച് ഓഫ് ദീസ് എലമെന്റ് ബിലോങ്സ് ടു തേർഡ് പീരീഡ്? 3ാമത്തെ പീരീഡിൽ ഉള്ള എലമെന്റ് ഏത്? ഞാൻ നേരത്തെ പറഞ്ഞു പീരീഡ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഷെല്ലിന്റെ എണ്ണം നോക്കിയിട്ടാണ്. ഒരാൾ ഇലക്ട്രോണിക് കോൺസ് എഴുതുമ്പോൾ അയാൾക്ക് 2 നമ്പർ ഉള്ളതെന്ന് വിചാരിക്കുക, അയാൾ 2 ആവശ്യമല്ല. ഒരാളുടെ ഇലക്ട്രോണിക് കോൺസ് എഴുതുമ്പോൾ അയാൾക്ക് 3 നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക, അയാൾ 3 ആവശ്യമല്ല. ഒരാളുടെ ഇലക്ട്രോണിക് കോൺസ് എഴുതുമ്പോൾ അയാൾക്ക് 4 ഷെൽ ഉണ്ടെന്ന് വിചാരിക്കുക, 4 നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക, അയാൾ 4 ആവശ്യമല്ല. അപ്പൊ 3ാമത്തെ ഷെല്ല് വരണമെങ്കിൽ, 3ാമത്തെ പീരീഡിൽ വരണമെങ്കിൽ അയാൾക്ക് എത്ര ഷെല്ല് വേണം? 3 ഷെല്ല് വേണം. നോക്കടാ, 1 2 2 ഷെല്ലേ ഉള്ളൂ, 1 2 2 ഷെല്ലേ ഉള്ളൂ, 1 2 2 ഷെല്ലേ ഉള്ളൂ. ഇവന് നോക്കിയാൽ 1 2 3 ഷെല്ലുണ്ട്. സോ ദ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? അടുത്ത സെലക്ട് ആൻഡ് റൈറ്റ് ആനിയോൺസ് ആൻഡ് കാറ്റോൺസ് ഫ്രം ദ ഗിവൺ ബിലോ. ഈ ടേബിളിൽ നിന്ന് ആനിയോൺസിനെ കാറ്റയോൺസിനെ എന്ത് ചെയ്യണം? എടുത്തെഴുതണം.
നോക്കിക്കോ. ആദ്യം എന്താണ് ആനയോൺ, എന്താണ് കാറ്റയോൺ? ശ്രദ്ധിച്ചേക്കടാ. എടാ, ആനയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയോൺസ് ആണ്. വാട്ട് യു മീൻ ബൈ അയോൺസ്? ചാർജ് ഉള്ള ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? അയോൺസ് എന്ന് പറഞ്ഞാൽ. ശ്രദ്ധിച്ചേടാ, ആനയോണ്, കാറ്റയോൺ. ശ്രദ്ധിച്ചേക്കാം. നിങ്ങൾ കാറ്റയോൺ എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോ, ഈ ടി എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലസ് പോലെ തോന്നില്ലേ? ഓർത്തിരിക്കുക. ടി എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലസ് പോലെ തോന്നില്ലടാ? ഓർത്തിരിക്കുക. അപ്പോൾ കാറ്റയോൺ ആണ് പോസിറ്റീവ് ചാർജ്, ആനയോൺ ആണ് നെഗറ്റീവ് ചാർജ്. സോ നെഗറ്റീവ് ചാർജ് ഉള്ള എല്ലാം എന്തായിരിക്കും? ആനയോൺ ആയിരിക്കും. പോസിറ്റീവ് ചാർജ് ഉള്ള എല്ലാം എന്തായിരിക്കും? കാറ്റയോൺ ആയിരിക്കും. അപ്പൊ ചാർജ് ഇല്ലാത്തവരോ സാറേ? ചാർജ് ഇല്ലാത്തവർ ആറ്റംസ് ആണ്, അവരെന്തല്ല? അയോൺസ് അല്ല. നോക്കടാ, അപ്പൊ ഞാൻ ഇതിനെ കാറ്റയോൺ ആനയോണോട് മാറ്റാൻ പോണേ. നോക്കണേ, ശ്രദ്ധിക്കാം. ആദ്യം ഞാൻ കാറ്റയോൺസ് എഴുതുന്നു. കാറ്റയോൺസ് കണ്ടോ, പ്ലസ് പോലെ തോന്നില്ല? ഇയാളാണ് പോസിറ്റീവ്. ആരൊക്കെ ഉണ്ടോ പോസിറ്റീവ്? Na പ്ലസ് പോസിറ്റീവ് ആണ്, Cl മൈനസ് നെഗറ്റീവ് ആണ്, Ca ചാർജ് ഇല്ല, Mg പ്ലസ്, Mg2 പ്ലസ് എന്നാണ് വരേണ്ടത്, എന്തോ മിസ്റ്റേക്ക് ആയിരിക്കാം. ഓക്കെ. O2 മൈനസ് ചാർജ് നെഗറ്റീവ് ആണ്, കാറ്റയോൺ ആണോ? അല്ല. He ഉണ്ടോ? ചാർജ് വല്ലതും ഉണ്ടോ? ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഓക്കെ. സോ കാറ്റയോൺ ആരൊക്കെ ഉണ്ടോ? അപ്പൊ Na പ്ലസ് Mg2 പ്ലസ്. ആനയോൺ നോക്കാം. ആനയോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരാണ്. നോക്കടാ, Na പ്ലസ് പോസിറ്റീവ് ചാർജ് ആണ്, Cl മൈനസ് നെഗറ്റീവ് ചാർജ് ആണ്, Ca ഇല്ല, Mg പ്ലസ് പോസിറ്റീവ് ചാർജ് ആണ്, O2 മൈനസ് നെഗറ്റീവ് ചാർജ് ആണ്, O2 മൈനസ്. സോ കാറ്റയോൺ ഇവിടെ Na പ്ലസും Mg2 പ്ലസും, ആനയോൺ Cl മൈനസും O2 മൈനസും. ഓക്കെ. അടുത്ത ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻ. ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. Al plus O2 gives Al2O3. ഓക്കെ, നോക്കാം. ശ്രദ്ധിച്ചേക്കണേ. സോ ഇതിനെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ പോണേ? ഒന്നുമില്ല, ഓരോ ആറ്റം ബൈ ആറ്റം ആയിട്ട് നോക്കാം. ഒരു Al, 2 Al ബാലൻസ്ഡ് ആണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒരു 2 ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ 2Al 2Al ആയില്ല. ഓക്കെ. 2 ഓക്സിജൻ 3 ഓക്സിജൻ ബാലൻസ്ഡ് ആണോ? അല്ല. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു വാല്യൂ എന്ത് ചെയ്യുക? ഇട്ട് കൊടുക്കുക. ഞാൻ അവിടെ 2 ഇട്ട് കൊടുത്തു. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? എന്തിനു വേണ്ടിയത്? ഇവിടെ 3 ആണ്. ഒരിക്കലും 2ന് നമുക്ക് ഈ 2ന് എന്ത് ആക്കാൻ പറ്റൂല? 3 ആക്കാൻ പറ്റൂല നമുക്ക്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇടാൻ പറ്റുന്നൊരു ചെറിയ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇട്ട് കൊടുക്കുന്നു. ഈ ഒന്നൂടെ 2Al 2 × 2 4Al. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇത് മാറ്റിയിട്ട് 2 മാറ്റിയിട്ട് എന്തായി കൊടുക്കുക? 4 ആയി കൊടുക്കുക. 4Al. ഓക്കെ. ഇനി ഓക്കെ, 2 ഓക്സിജൻ 2 × 3 6 ഓക്സിജൻ. ഇതിനെങ്ങനെ 6 ആക്കാൻ പറ്റും? ഇവിടെ ഒരു 3 ഇട്ട് കൊടുത്താൽ പോരാടാ. ഇവിടെ ഒരു 3 ഇട്ട് കൊടുത്താൽ പോരെ? ഒന്നുകൂടെ പറയാം. 4Al 2 × 2 4Al, 3 × 2 6 ഓക്സിജൻ, 2 × 3 6 ഓക്സിജൻ. എന്തായി? ബാലൻസ്ഡ് ആയി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. So equal volumes of dilute hydrochloric acid are taken in test tubes. 2 ടെസ്റ്റ് ട്യൂബിനകത്ത് നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യാം. ഓക്കെ. സോ ഈക്വൽ വോളിയംസ് ഓഫ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആർ ടേക്കൺ ഇൻ ടെസ്റ്റ് ട്യൂബ്സ്. 2 ടെസ്റ്റ് ട്യൂബ് എടുത്തു. 2 ടെസ്റ്റ് ട്യൂബിനകത്ത് എന്തെടുത്തു? ഈക്വൽ വോളിയം ഓഫ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു. ഓക്കെ, കുഴപ്പമില്ല. സോറി, 3 ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. ഓക്കെ. ഇൻ ഈച്ച് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് we put copper ഇട്ടു, സിങ്ക് ആൻഡ് മഗ്നീഷ്യം. ഓരോത്തിൽ എന്തിട്ടു? കോപ്പറും സിങ്കും മഗ്നീഷ്യവും ഇട്ടു. ഓഫ് ദ സെയിം സൈസ്, ഒരേ സൈസ് ഉള്ള സാധനമാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് വിൽ കെമിക്കൽ റിയാക്ഷൻ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിൽ ബി ഹയർ? ഏത് ടെസ്റ്റ് ട്യൂബിലായിരിക്കും കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് കൂടുതൽ? അപ്പോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന കാര്യം വളരെ സിമ്പിൾ ആണ്. നോക്കാം. നമ്മൾ 3 ടെസ്റ്റ് ട്യൂബ് എടുത്തു. 3ലും ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു. 3ലും എന്തെടുത്തു? ഹൈഡ്രോക്ലോറിക്. ഫസ്റ്റ് സെൻസ് എന്താ കിട്ടിയത്? ഇനി ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് എന്തിട്ടു? കോപ്പർ ഇട്ടു. ഒന്നാം ടെസ്റ്റ് ട്യൂബിനകത്ത് കോപ്പർ ഇട്ടു. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിനകത്ത് ഞാൻ സിങ്ക് ഇട്ടു. മൂന്നാം ടെസ്റ്റ് ട്യൂബിനകത്ത് ഞാൻ എന്തിട്ടു? മഗ്നീഷ്യം ഇട്ടു. ഓക്കെ. ചോദ്യം ഇതാണ്, കോപ്പറിന്റെയും സിങ്കിന്റെയും മഗ്നീഷ്യത്തിന്റെയും സൈസ് ഒരേ സൈസാണ്, എടുത്തിരിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അളവും ഒരേ അളവാണ്. ചോദ്യം ഇതാണ്, ഇതിനകത്ത് ഏത് ടെസ്റ്റ് ട്യൂബിലായിരിക്കും
റിയാക്ഷൻ പെട്ടെന്ന് നടക്കുക, റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുതൽ, രാസപ്രവർത്തന വേഗം കൂടുതൽ ഈ ടെസ്റ്റ് ട്യൂബിലായിരിക്കും. ഈ സെയിം സാധനം നമ്മൾ എന്ത് ചെയ്തതാണ് റേറ്റ് ഓഫ് റിയാക്ഷനിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള നേച്ചർ ഓഫ് റിയാക്ടന്റ് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ അന്ന് പറഞ്ഞ കാര്യമാണ്, കോപ്പറിനെക്കാട്ടിയും സിങ്കിനെക്കാട്ടിയും റിയാക്ടിവിറ്റി കൂടുതലാണ് മഗ്നീഷ്യത്തിന്. സോ മഗ്നീഷ്യം ആയിരിക്കും ഈ ക്വസ്റ്റിന് ചോദിക്കും, പേടിക്കണ്ട. കോപ്പറിനെക്കാട്ടിയും സിങ്കിനെക്കാട്ടിയും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളാണ് മഗ്നീഷ്യമാണ്. സോ വേഗം റിയാക്ട് ചെയ്യുന്ന ടെസ്റ്റ് ട്യൂബ് ടെസ്റ്റ് ട്യൂബാ ടെസ്റ്റ് ട്യൂബിലായിരിക്കും. ടെസ്റ്റ് ട്യൂബിലായിരിക്കും. സോ ടെസ്റ്റ് ട്യൂബ് ഹാവിങ് മഗ്നീഷ്യം ഉള്ള ടെസ്റ്റ് ട്യൂബിലായിരിക്കും എന്ത് ചെയ്യുക, പെട്ടെന്ന് റിയാക്ഷൻ നടക്കുക. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, what will be the change in the chemical rate of chemical reaction if a little water is added to it? നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് അല്പം ജലം ചേർത്താൽ രാസപ്രവർത്തന വേഗത്തിന് എന്ത് മാറ്റം വരും? നമ്മൾ ഈ റിയാക്ഷനകത്തോട്ട് കുറച്ച് വെള്ളം ചേർക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യം, റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഓക്കെ നോക്കാം. ഇതിനകം നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്തുവാ? ഇത് പിന്നെയും ഇതിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യൂടാ, കുറയും. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യും, കുറയും. വെള്ളത്തിന്റെ അളവ് കൂടും, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അളവ് എന്ത് ചെയ്യും, കുറയും. അങ്ങനെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് ചെയ്യൂടാ, കുറയും. എടാ നല്ല രീതിയിൽ കത്തി നിൽക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്, നല്ല റിയാക്ട് ചെയ്യുന്ന ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കഴിക്കുന്നു, എന്ത് പറ്റും, റിയാക്ഷന്റെ റേറ്റ് എന്ത് ചെയ്യും, കുറയും. സോ ദ ആൻസർ ഈസ് എന്ത് പറ്റും, റേറ്റ് ഓഫ് റിയാക്ഷൻ decreases. Rate of reaction decreases. എന്ത് പറ്റും, റിയാക്ഷന്റെ റേറ്റ് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പട്ടിക ഉപയോഗപ്പെടുത്തി മഗ്നീഷ്യം ഓക്സൈഡ് രൂപീകരണത്തിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. സോ ഈ ഒരു ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മഗ്നീഷ്യം ഓക്സൈഡിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അതിനാദ്യം ചെയ്യേണ്ട കാര്യം, മഗ്നീഷ്യം ഓക്സൈഡ് എന്താണ് നമ്മൾ മനസ്സിലാക്കണം. മഗ്നീഷ്യവും ഓക്സിജനും ചേരുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പൊ അതിന്റെ കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ആദ്യം. അപ്പൊ ആദ്യം നമുക്ക് കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ നോക്കിക്കോ. ഫസ്റ്റ് ചെയ്യേണ്ടായിരുന്നു നോക്കണേ. സോ മഗ്നീഷ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 2. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ, 2 ഇലക്ട്രോൺ. സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യണം, എണ്ണത്തിനെ കളയണം. സോ +2 ആണ് ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ. ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ 6. സ്റ്റേബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം, 2 എണ്ണത്തിനെ വാങ്ങണം. അപ്പോ -2 ആണ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ. നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ കെമിക്കൽ ഫോർമുല എഴുതി നോക്കുന്നു. അറിയാവോ കെമിക്കൽ ഫോർമുല എഴുതാൻ മറന്നുപോയോ? സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് ചാർജ് ഉള്ളത് ആരാ, Mg അല്ലേ. Mgനെ ആദ്യം എഴുതി, ഓക്സിജൻ രണ്ടാമത് എഴുതി. Mgയുടെ ഓക്സിഡേഷൻ നമ്പർ 2 ആണ്, ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്, 2 ആണ്. രണ്ട് ഓക്സിഡേഷൻ നമ്പർ ഒരേപോലെ ഒന്നും നമ്മൾ എന്ത് ചെയ്ത് കളയൂടാ, കട്ട് ചെയ്ത് കളയും. 1 1 ഈ 1 എടുത്ത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഈ 1 എടുത്ത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, Mg1O1. അഥവാ 1 നമ്മൾ എന്ത് ചെയ്യാറില്ല, എഴുതാറില്ല. സോ MgO നമ്മൾ എന്ത് എഴുതും, MgO എന്ന് എഴുതും. MgO എന്ന് എഴുതും. ഓക്കെ, സോ ഇനി MgO ആണ് അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം, അതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കണം. നോക്കിക്കോ എങ്ങനെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കും. നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് അറിയാം. നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ ആവശ്യമുണ്ട്, ഓക്സിജൻ മഗ്നീഷ്യം 2 ഇലക്ട്രോൺ കളയണം, ഓക്സിജൻ അതിനെ വാങ്ങണം. അപ്പൊ എന്ത് ചെയ്യും, മഗ്നീഷ്യം ഓക്സിജനോട് അങ്ങോട്ടും ഇങ്ങോട്ടും കളയും വാങ്ങുകയും ചെയ്യും. നോക്കിക്കോ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിക്കോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, രണ്ടുപേരെയും ഒരുക്കിയിരുത്തണം. എങ്ങനെ ഒരുക്കുന്നേ, മഗ്നീഷ്യം എന്ന് ആദ്യം എഴുതുക. ആദ്യം മഗ്നീഷ്യം എന്ന് എഴുതുക. ഇനി മഗ്നീഷ്യന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാ, 2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 2 കുത്തിട്ട് കൊടുക്കണം. ഇതാണ് ഒരുക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഗ്നീഷ്യന്റെ കയ്യിൽ 2 കുത്തിട്ടു, മഗ്നീഷ്യം 2 കുത്തു. പ്ലസ് ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. സോ ഓക്സിജൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, 6 കുത്തിട്ട് കൊടുക്കുക. 1 2 3 4 5 6. ഇനി എന്ത് ചെയ്യും, ഇവിടെ എന്താ നടക്കുക, നമ്മൾ അങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ എന്താ നടക്കുക,
ഈ മഗ്നീഷ്യം എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും? ഓക്സിജന് കൊടുക്കും. എന്തിനു വേണ്ടി? ഓക്സിജൻ രണ്ടെണ്ണം കൂടെ കിട്ടിയാൽ എന്താവും? സ്റ്റേബിൾ ആവും. മഗ്നീഷ്യം ഈ 2 ഇത് കളഞ്ഞാൽ എന്താവും? സ്റ്റേബിൾ ആവും. സോ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. കൊടുക്കുകയും വാങ്ങി ചെയ്യുമ്പോൾ എന്താ കിട്ടുക? മഗ്നീഷ്യം 2 ഇലക്ട്രോണെ കൊടുത്തു കഴിഞ്ഞാൽ മഗ്നീഷ്യത്തിന് എന്ത് ചാർജ് കിട്ടും? മഗ്നീഷ്യത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടും. Mg+2. ഓക്കെ ആണോ? ഇനി ഇടയ്ക്കുള്ള പ്ലസ് എഴുതേണ്ട കാര്യമുണ്ട്. ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അവരുടെ ഇങ്ങനെ മാറ്റി ഇരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. അടുത്ത ഓക്സിജൻ. ഇവിടെ എന്തുകൊണ്ട് ഞാൻ കുത്തുന്നൂടാന്നേ? ആകെ 2 ഔട്ടർ മോഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 എന്ത് ചെയ്തു? കൊടുത്തു. ഇനി ഓക്സിജന്റെ ഔട്ടർ മോഷനിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. ഈ 2 ഇലക്ട്രോൺ അവിടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഔട്ടർ മോഷനിൽ 6 ഉണ്ട്. 2 വാങ്ങിച്ച് എന്തായിട്ട് മാറും? 8 ആയിട്ട് മാറും. സോ ഓക്സിജൻ 1, 2, 3, 4, 5, 6 ഓൾറെഡി ഉണ്ടായിരുന്നത് 6 2 കൂടെ മഗ്നീഷ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങി. 1, 2 കണ്ടോ? 8 ഔട്ടർ മോഷനിൽ. ഇനി 2 വാങ്ങുന്നതൊക്കെ എന്ത് ചാർജാ കിട്ടുക? -2. അത്രേ ഉള്ളൂ. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എന്ന് വിളിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഇൻ O2? O2വിനകത്തുള്ള ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? ആരും -2 ഒന്ന് ചാടി കയറി എഴുതി വെക്കരുത്. O2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ഓക്സിജൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോ O2വിനകത്ത് ഓക്സിജന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. ഓക്കെ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഇൻ H2SO4 ഈസ് +1. H2SO4നകത്തുള്ള ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. ആൻഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഈസ് -2. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. ബാക്കി അവരൊന്നും പറയുന്നില്ല. അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻ എന്തുമായിരിക്കും? സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കാനായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. നോക്കോ. ക്വസ്റ്റ്യൻ ഇതാണ്. H2SO4 ഹൈഡ്രജൻ്റെത് +1 ആണ്, ഓക്സിജൻ്റെത് -2 ആണ്. അങ്ങനെയാണെങ്കിൽ സൾഫറിന്റെ എന്ത് എഴുതും? അറിയാത്ത ആളുടെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എന്ത് ചെയ്യൂടാ? എക്സ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? ഓക്കെ, നോക്കാം. ഇനി ഓരോരുത്തരെ എടുത്തെഴുതും. ആദ്യം ഇരിക്കുന്ന ആരാ? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രടാ? +1 ആണ്. കുഴപ്പമുണ്ടോ? ഇല്ല. എത്ര ഹൈഡ്രജൻ ഉണ്ട്? താഴോട്ട് നോക്കുക. എത്ര എണ്ണം ഉണ്ട്? 2. സോ × 2 എന്ന് എഴുതുക. ഇവരെ രണ്ടുപേരെയും ബ്രാക്കറ്റിലാക്കുക. ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യത്തെ ആളെ നോക്കി. ആദ്യത്തെ ആളുടെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. അയാൾ എത്ര എണ്ണം ഉണ്ട്? 2 ഉണ്ട്. സോ +1 × 2 എന്ന് എഴുതി. പ്ലസ് അടുത്ത ആരാ? സൾഫർ. സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് നമുക്കറിയാമോ? ഇല്ല. അറിയാത്ത ആളെ നമ്മൾ എന്ത് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. എത്ര സൾഫർ ഉണ്ടോ? എത്ര സൾഫർ ഉണ്ട്? ഒരേ ഒരു സൾഫറേ ഉള്ളൂ. സോ x × 1 പ്ലസ് ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2. എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. സോ -2 × 4 is equal to 0. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. നോക്ക്. +1 × 2 എന്തുവാടാ? +1 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 ആണ്. പ്ലസ് x × 1 എന്ന് പറഞ്ഞാൽ x തന്നെയാണ്. പ്ലസ് -2 × 4 എന്താണ്? -2 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -8 ആണ്. is equal to 0. കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി x അല്ലേ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ x-നെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരും എന്ത് ചെയ്യുക? അപ്പുറം കൊണ്ടുപോവാം. സോ x-നെ മാത്രം ഇവിടെ നിർത്തിക്കേ. അപ്പൊ എന്ത് കിട്ടും? +2-നെ അപ്പുറം കൊണ്ടുപോയി എന്തായിട്ട് മാറൂടാ? x മാത്രം ഇവിടെ ഉള്ള +2-നെ അപ്പുറം കൊണ്ടുപോയി എന്തായിട്ട് മാറും? -2 ആയിട്ട് മാറും. ഇനി -8-നെ അപ്പുറം കൊണ്ടുപോയി എന്തായിട്ട് മാറും? +8 ആയിട്ട് മാറും. പ്ലസ് മൈനസ് വന്നാൽ എന്ത് ചെയ്യണം? വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടുക. വലുത് ഏതാ? 8. 8-ന് ചേർത്ത് പറ. -2 എത്ര കിട്ടും? 6 + 6. So the answer is +6. The answer is +6. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the equation of formation of sodium chloride by combining sodium and chlorine. സോഡിയം ക്ലോറൈഡ് ഉണ്ടാകും, സോഡിയം ക്ലോറിന് ചേർന്നിട്ടാണ്. ഓക്കെ. ഓക്സിഡേഷൻ ഹാഫ് ഇക്വേഷൻ, അതിന്റെ ഓക്സിഡേഷൻ ഹാഫ് ഇക്വേഷൻ എഴുതുക. റിഡക്ഷൻ ഹാഫ് ഇക്വേഷൻ എഴുതുക. The equation of formation of sodium chloride by combining. ഓക്സിഡേഷൻ ഹാഫ് ഇക്വേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. ഓക്സിഡേഷൻ ഇക്വേഷൻ എഴുതുക. റിഡക്ഷൻ ഹാഫ് ഇക്വേഷൻ എഴുതുമ്പോൾ പറഞ്ഞാൽ എന്താണ്? റിഡക്ഷൻ ഇക്വേഷൻ എഴുതുക. ഇനി ഇക്വേഷൻ ഓഫ് ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ബൈ കമ്പൈനിങ്. ഈ രണ്ട് ഇക്വേഷൻ എഴുതിയതിനു ശേഷം എന്ത് ചെയ്യുക?
രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ട് സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ എന്ത് ചെയ്യുക, എഴുതുക. നോക്കാം, സിമ്പിൾ ആണ്, നോക്കാം. സോ ദ ഇക്വേഷൻ ഫോർ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്, ആദ്യം സോഡിയം ക്ലോറൈഡ് എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞേ. എണ്ണയും Cl2 കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, 2NaCl ഉണ്ടാവുന്നത്. ഓക്കെ, Na+Cl2 gives 2NaCl. ഓക്കെ അല്ലേ? ഇതൊന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടി, പരീക്ഷയുടെ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സപ്പോസ് ഈ റിയാക്ഷൻ ഒന്ന് കറക്റ്റ് എഴുതാൻ അറിയണമെന്ന് വിചാരിക്കും, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സോഡിയം ക്ലോറിന് ചേർന്നില്ലേ സോഡിയം ക്ലോർ ഉണ്ടാവുന്നത്, Na+Cl gives NaCl. ഇതറിയാമല്ലോ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം നിങ്ങൾ അന്നേ പഠിച്ചിട്ടുണ്ടല്ലോ ഈ സാധനം. Na ഒരു കുത്ത് പ്ലസ് Cl 7 കുത്ത് gives Na+Cl 8 കുത്ത് മൈനസ്. ഇത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ നോക്കാം. ഓക്കെ, സോ നോക്കാം. ഇത് നമുക്ക് എങ്ങനെയാണ് ഓക്സിഡേഷൻ ഇക്വേഷൻ റിഡക്ഷൻ ഇക്വേഷൻ എഴുതാൻ പറ്റുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, Na എന്ന് പറഞ്ഞാൽ ഓരോട്ടോണെ കൊടുക്കുന്ന ആളാണ്, Cl എന്ന് പറഞ്ഞ ഓണത്തിനെ വാങ്ങുന്ന ആളാണ്. ഓക്കെ അല്ലേ? അത് വെച്ച് വേണം നിങ്ങൾക്ക് എഴുതാം. ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ച ഓക്സിഡേഷൻ മെത്തേഡ് വെച്ചുള്ള വഴിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നോക്കിക്കോ, സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +1 എന്ന് പറഞ്ഞാൽ അടി കിട്ടും. സോഡിയം ഇവിടെ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അവന്റെ ഓക്സിജൻ നമ്പർ എല്ലാവരുടെയും എന്തായിരിക്കും, 0 ആയിരിക്കും. സോ എന്നയുടെ ഇവിടെ എന്താണ്, 0 ആണ്. Cl ഇവിടെ എന്താണ്, 0 ആണ്, കാരണം ഒറ്റയ്ക്കേ ഉള്ളൂ. ഓക്കെ, Na കമ്പൈൻഡ് സൈഡിൽ ഇരിക്കുവാണ്, Na Cl കൂടി ഇരിക്കുവാണ്, അപ്പൊ അതിന് ഓക്സിജൻ സ്റ്റേറ്റ് ഉണ്ട്, എത്ര, +1, Cl -1. ഓക്കെ അല്ലേ? ഇത് ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആരെന്ന് വെച്ചാൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആറ്റോമിക് നമ്പർ വെച്ച് എഴുതുക. നിങ്ങൾ നോക്ക്, Na ഇവിടെ 0 എന്തായിട്ട് മാറി, +1 ആയിട്ട് മാറി. Cl ഇവിടെ 0 എന്തായിട്ട് മാറി, -1 ആയിട്ട് മാറി. Na 0 ഇന്ന് +1 ആയിട്ട് മാറി, Cl 0 ഇന്ന് -1 ആയിട്ട് മാറി. കുഴപ്പമുണ്ടോ ഇത്രയും കാര്യങ്ങൾ? ഇല്ല. ശ്രദ്ധിച്ചേക്കാം. അപ്പോ Na ഇവിടെ 0 ആയിരുന്നു, നമ്മളിപ്പോ ഇപ്പൊ എന്തായിട്ട് മാറി, +1 ആയിട്ട് മാറി. എങ്ങനായിരിക്കും Na +1 ആയിട്ട് മാറിയത്? ഒരു ഇലക്ട്രോണെ കൊടുക്കുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് കിട്ടുക. ഓക്കെ, അതിന്റെ ഓക്സിഡേഷൻ ഇക്വേഷൻ എങ്ങനെ എഴുതണം? ഓക്സിഡേഷൻ ആർക്കാ നടന്നത്, എന്നയ്ക്കാണ്. ഓക്സിഡേഷൻ ഇക്വേഷൻ എങ്ങനെ എഴുതും? ഓക്സിഡേഷൻ ഹാഫ് ഇക്വേഷൻ എങ്ങനെ എഴുതും? Na എന്ത് ചെയ്തു, Na കൊടുത്തു. എന്തിനെ കൊടുത്തു? ഒരു ഇലക്ട്രോണെ. സോ Na gives ഒരു ഇലക്ട്രോണെ കൊടുത്തു, അപ്പൊ എന്തായിട്ട് മാറി, Na+ ആയിട്ട് മാറി. Cl ഇക്വേഷൻ എന്താ, റിഡക്ഷൻ ഇക്വേഷൻ എന്താ, റിഡക്ഷൻ Cl -1 ആയിട്ട് മാറി. എങ്ങനെ Cl -1 ആയിട്ട് മാറുന്നത്? Cl ഒരു ഇലക്ട്രോണെ വാങ്ങി, എന്ത് ചെയ്തു, വാങ്ങി. ഒരു ഇലക്ട്രോണെ വാങ്ങുന്ന ആൾക്ക് എന്ത് ചാർജ് കിട്ടും, നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ വാങ്ങി നമ്മൾ എങ്ങനെ എഴുതുക, Cl +1 ഇലക്ട്രോൺ, Cl ഒരെണ്ണം വാങ്ങി, അപ്പൊ എന്തായിട്ട് മാറി, Cl- ആയിട്ട് മാറി. ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, ഇത് ടോട്ടൽ ഇക്വേഷൻ, ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താ ഇക്വേഷൻ ഓഫ് ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്, ടോട്ടൽ ഇക്വേഷൻ എങ്ങനെ എഴുതും നോക്കോ. സോ ഇതിനോട് എന്ത് ചെയ്താൽ മതി, പ്ലസ് ചെയ്താൽ മതി. ഇതിനോട് എന്ത് ചെയ്താൽ മതി, പ്ലസ് ചെയ്താൽ മതി. ഇങ്ങനെ പ്ലസ് ചെയ്യുന്നേ, ആരോ സൈൻ്റെ ഇപ്പുറത്തുള്ള ആൾക്കാരല്ലേ ഒരുമിച്ച് എഴുതുക, ആരോ സൈൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരല്ലേ എന്ത് ചെയ്യുക, ഒരുമിച്ച് എഴുതാം. നോക്കേ, Na അതിനു മുമ്പ് ഇവിടെ എപ്പോഴും ഇലക്ട്രോൺ എന്ത് ചെയ്തു പോകും, കട്ട് ചെയ്തു പോകും. സോ ഇവിടെ 1 ഇലക്ട്രോണും 1 ഇലക്ട്രോൺ എന്ത് ചെയ്തു പോയി, കട്ട് ചെയ്തു പോകും. എപ്പോഴും കട്ട് ചെയ്തു പോകും, പേടിക്കണ്ട, എപ്പോഴും എന്ത് ചെയ്തു പോകും, കട്ട് ചെയ്തു പോകും. ഓക്കെ, സോ ഇലക്ട്രോൺ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി ആരൊക്കെ ഉണ്ട്, Na+Cl ഉണ്ട്, കണ്ടോ. ഇനി ആരോ സൈൻ്റെ ഇപ്പുറത്ത് വേറെ ആരില്ലല്ലോ, ഇവിടെയും വേറെ ആരും എഴുതാനില്ലല്ലോ, ഇലക്ട്രോൺ കട്ട് ചെയ്ത് പോയി. ബാക്കി അപ്പുറത്ത് നോക്ക്, gives Na+, വേറെ ആരൊക്കെ ഉണ്ട്, Cl-. Okay, this is the formation of sodium chloride ion. അത്രേ ഉള്ളൂ. Okay, so next, write any 3 characteristics of ionic compounds. Ionic compounds ന്റെ 3 characteristics എഴുതുക. ഒരു ബോക്സ് പോലെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. സോ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് എഴുതുക. ഓക്കെ, ശ്രദ്ധിച്ചേക്കുക. സോ ionic compounds ന്റെ കുറച്ച് characteristics ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചേക്കുക. എന്തൊക്കെ എഴുതാൻ പറ്റും ionic compounds ന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, it is soluble in water. വെള്ളത്തിൽ എന്ത് ചെയ്യുന്ന ആൾക്കാരാണ്, soluble ആവുന്ന ആൾക്കാരാണ്. വേറെന്ത് പറയാൻ പറ്റും, it is commonly seen in solid state. solid state ലാണ് commonly കാണപ്പെടുന്നത്.
ഓക്കെ, ഇനി വേറെന്ത് പറയാൻ പറ്റും? വേറെന്താ? ആ, ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഓൺ aqueous and molten state. aqueous സ്റ്റേറ്റിലും മോൾട്ടൺ സ്റ്റേറ്റിലും ആണ് എന്ത് ചെയ്യുക? ഇലക്ട്രിസിറ്റിനെ കടത്തിവിടുക. ഞാൻ അന്നേ പറഞ്ഞ കാര്യമാണ്. നിങ്ങളത് എപ്പോഴെങ്കിലും അയണിക് കോമ്പൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഉപ്പിനെ ആലോചിച്ചാൽ മതി. അയണിക് കോമ്പൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഉപ്പിനെ ആലോചിച്ചാൽ മതി. ഉപ്പ് വെള്ളത്തിൽ ലയിക്കൂലേടാ. ഉപ്പ് സോൾട്ട് സ്റ്റേറ്റിലൂടെ കാണപ്പെടുന്ന പൊതുവെ. അതേപോലെ ഉപ്പ് ഒരിക്കലും ഇലക്ട്രിസിറ്റിനെ കടത്തി വിടൂല. ഉപ്പിനെ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഉപ്പിനെ ഉരുക്കി കഴിഞ്ഞാലോ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റിനെ എന്ത് ചെയ്യും? കടത്തി വിടും. ഓക്കെ, ഇനി കോവാലന്റ് കോമ്പൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? മെഴുക് ആലോചിച്ചാൽ മതി. വാക്സ്. മെഴുക് വെള്ളത്തിൽ ലയിക്കോ? ഇല്ല, നോൺ സോലുബിൾ ഇൻ വാട്ടർ. ഇനി മെഴുക് ഏതൊക്കെ സ്റ്റേറ്റിൽ കാണപ്പെടും? സോളിഡിൽ കാണപ്പെടും, ലിക്വിഡിൽ കാണപ്പെടും, ഗ്യാസിൽ കാണപ്പെടും. ഇറ്റ് ഈസ് കോമൺലി സീൻ ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് സ്റ്റേറ്റ്. അടുത്ത ഇത് കാണിച്ച് ഇലക്ട്രിസിറ്റി ഇൻ അക്വസ്. ഓക്കെ, മെഴുക് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യോ? ഇല്ല, ഇറ്റ് ഡസൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇത്ര കാര്യം എഴുതി വെച്ചാൽ മതി. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നമ്മൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇതുകൂടെ കഴിയുമ്പോൾ ചാപ്റ്റർ തീരും. ക്വസ്റ്റ്യൻ പേപ്പർ തീരും. ഓക്കെ അല്ലേ? നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ ഓഫ് എലമെന്റ് B11.5. ശ്രദ്ധിച്ചു കേൾക്കുക. B11.5. ഒരാളുടെ മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പർ എപ്പോഴും എന്തായിരിക്കും കൂടാ? അതിന്റെ മാസ് നമ്പർ ആയിരിക്കും. ഒരാളുടെ താഴെ എഴുതിയിരിക്കുന്ന നമ്പർ എപ്പോഴും എന്തായിരിക്കും? അറ്റോമിക് നമ്പർ ആയിരിക്കും. അറ്റോമിക് നമ്പർ. ഓക്കെ അല്ലേ? നമ്മൾ ഇങ്ങനെ പഠിച്ച ഫൈൻഡ് ദ അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ ഓഫ് എലമെന്റ് ബി. അപ്പൊ അറ്റോമിക് നമ്പർ ആരാണ്? 5. അറ്റോ നമ്പറിന്റെ റെപ്രസെന്റേറ്റീവ് സിംബൽ ആണ് Z. 5. മാസ് നമ്പറിന്റെ റെപ്രസെന്റേറ്റീവ് സിംബൽ ആണ് A. അപ്പൊ മാസ് നമ്പർ ഏതാ? 11. ഓക്കെ, താഴെ എഴുതിയിരിക്കുന്ന ആളാണ് അറ്റോമിക് നമ്പർ, മുകളിൽ എഴുതിയിരിക്കുന്ന ആളാണ് മാസ് നമ്പർ. ഫൈൻഡ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. പ്രോട്ടോണിന്റെയും ന്യൂട്രോൺ എണ്ണം കണ്ടുപിടിക്കുക. അവിടെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് അറ്റോമിക് നമ്പർ തന്നെയാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എത്ര? 5. പ്രോട്ടോൺ എണ്ണം എത്ര ആയിരിക്കും? 5. പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ 5 പ്രോട്ടോൺ ഉണ്ട്, 5 ഇലക്ട്രോൺ ഉണ്ട്. ഇതിന്റെ അറ്റോമിക് നമ്പരും 5 ആണ്. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ന്യൂട്രോൺസിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ന്യൂട്രോൺസ് A to Z എന്ന് ആലോചിച്ചാൽ മതി. A to Z. എന്തോടാ A to Z? A എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ, Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ. മാസ് നമ്പറിന് എന്ത് ചെയ്താൽ മതി? അറ്റോമിക് നമ്പർ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. എങ്ങനെ നോക്കിക്കോ. മാസ് നമ്പർ എത്ര? ഇവിടുത്തെ മാസ് നമ്പർ എത്ര? 11 മൈനസ് അറ്റോമിക് നമ്പർ എത്ര? 5. 5 കുറച്ച് എത്ര ഇട്ടൂടാ? 7. ക്ലിയർ ആണോ? 15 കുറച്ച് 7 അല്ലേ? സോറി, 7 അല്ല, 6. സോറി, 6. ഓക്കെ, ഇതിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണ് ചോദിക്കുന്നത്? ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ വരച്ച് കാണിച്ചു കൊടുക്കണം. ഓക്കെ, നോക്കോ. ഇല്ലല്ലോ, അത് പറയുന്നില്ല. അപ്പോ അറ്റോമിക് നമ്പർ B523. അടുത്ത. ഓക്കെ, നിങ്ങൾ ഇത് കാണുമ്പോഴേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് വായിച്ചു. നിങ്ങൾ ആദ്യം അതിനകത്ത് കയറി ഒന്നും പണിയരുത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഈ രാസവാക്യത്തിൽ അഭികാരത്തിലെയും ഉൽപ്പന്നത്തിലെയും കാർബണിന്റെ ഓക്സീകരണാവസ്ഥ എഴുതുക. Write the oxidation number of carbon in the reactant and product in the chemical equation. ഇതിനകത്ത് വേറൊന്നും നമ്മൾ ചെയ്യേണ്ട. റിയാക്ടന്റ് സൈഡിലുള്ളയും പ്രോഡക്റ്റ് സൈഡിലുള്ളയും കാർബണിന്റെ എന്ത് എഴുതുക? ഓക്സിഡേഷൻ നമ്പർ എഴുതുക. റിയാക്ടന്റ് സൈഡിൽ നമ്മൾ നോക്കിയപ്പോൾ കാർബൺ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. നമുക്കറിയാം ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആരായാലും ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി
പ്രോഡക്റ്റ് സൈഡ് എന്ന് പറഞ്ഞത് ഇതാണ്. ഇവിടെ ഇരിക്കുന്ന കാർബൺ ഇതാണ്. കാർബണിന്റെ ഓക്സിജൻ നമ്പർ സപ്പോസ് നമുക്ക് അറിഞ്ഞൂടാന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്യുക? എക്സ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? എക്സ് എന്ന് വിളിക്കാം. നോക്ക്, ഓക്സിജൻ നമ്പർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. എത്ര? -2. എങ്ങനെ കണ്ടുപിടിക്കും? നോക്ക്, ആദ്യം കാർബൺ ആയിരിക്കുന്നത് എക്സ്. എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ എക്സ് ഇൻറ്റു 1 പ്ലസ് ഓക്സിജൻ -2 ആണ്. എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ. -2 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 0. എക്സ് പ്ലസ് -2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ -4 ഇസ് ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു -4 അപ്പുറം പോകുമ്പോൾ +4. ഓക്കെ, ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. ഇവിടുത്തെ ഓക്സിജൻ സ്റ്റേറ്റ് +4 ആണ്. ഓക്കെ, സോ റൈറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ എന്താ? റിയാക്ടന്റ് ആണ്. പ്രോഡക്റ്റ് റിയാക്ടന്റ് സൈഡിൽ കാർബൺ ഓക്സിജൻ നമ്പർ 0 ആണ്. പ്രോഡക്റ്റ് സൈഡിൽ കാർബൺ ഓക്സിഡേഷൻ നമ്പർ +4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഡ് കാർബൺ അണ്ടർഗോ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ? കാർബണോടെ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? കാർബൺ 0 ന്ന് +4 ആയത്. അപ്പൊ 0 ന്ന് കൂടുവാണോ കുറയുവാണോ ചെയ്തത്? കൂടുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? കാർബണോടെ ഓക്സിഡേഷൻ ആണ് നടന്നത്. വിച്ച് ഈസ് ദ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ? ആരാണോ റിഡക്ഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണോ, റിഡക്ഷൻ നടക്കുന്ന ആരാണോ, അവരാണ് എന്ത്? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ കാർബണെ ഓക്സിഡൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് കാർബണിന്റെ കൂടെ റിയാക്ട് ചെയ്ത HNO3 ആണ്. സോ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് HNO3 ആണ്. ഓക്കെ, വിച്ച് ഇസ് ദ റെഡ്യൂസിങ് ഏജന്റ്? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ നടക്കുന്ന ആളാണ് റെഡ്യൂസിങ് ഏജന്റ്. ഇവിടെ ആർക്ക് ഓക്സിഡേഷൻ നടന്നത്? കാർബൺ ആണ് അല്ലെ? കാർബണിൽ 0 ന്ന് +4 ആയിരുന്നു. അപ്പൊ ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് കാർബൺ ആണ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അടുത്ത, tabulate the following reaction into combination reaction, decomposition reaction, double decomposition reaction, displacement reaction. താഴെ തന്നിരിക്കുന്ന റിയാക്ഷനുകളെ കോമ്പിനേഷൻ റിയാക്ഷൻ എന്നും ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നും ഡബിൾ ഡീകമ്പോസർ റിയാക്ഷൻ എന്നും എന്ത് ചെയ്യുക? തരംതിരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നോക്ക്, നമുക്കൊരു 4 റിയാക്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം എന്താണ് കോമ്പിനേഷൻ എന്ന് പറയാം. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാൾക്കാർ ചേരുക. കോമ്പിനേഷൻ അതേ വാക്ക്. എയും ബിയും ചേർന്നിട്ട് സി എന്ന് പറയുന്ന ഒരു ഒറ്റ കോമ്പൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് കോമ്പിനേഷൻ. രണ്ടുപേരും ചേർന്ന് ഒന്നായിട്ട് മാറി. എന്താണ് ഡീകമ്പോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡീകമ്പോഷൻ എന്ന് പറഞ്ഞാൽ നേരെ വിപരീതം. ഇത് കല്യാണം കഴിക്കലാണെങ്കിൽ മറ്റേത് ഡൈവോഴ്സ്. ഒറ്റൊരാൾ എന്തായിട്ട് മാറി? രണ്ടുപേരായിട്ട് മാറി. 2 3 ആവാടാം. ഓക്കെ, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിസ്പ്ലേസ്മെന്റ് നോക്ക്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്തുവാ? സപ്പോസ് എ ബി എന്ന് പറഞ്ഞൊരു കല്യാണം കഴിച്ച ആൾ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ അടുത്തോട്ട് ആര് വരുന്നു? സി വരുന്നു. ഓക്കെ, എ ബിയുടെ അടുത്തോട്ട് ആര് വരുന്നു? സി വരുന്നു. സി എന്ത് ചെയ്തു? നൈസിന് ബിനെയും കൊണ്ടങ്ങ് എന്ത് ചെയ്തു? ഒളിച്ചോടി. ബി എനെ തെച്ചിട്ട് ആരുടെ കൂടെ പോയി? സിയുടെ കൂടെ പോയി. അപ്പൊ എന്ത് കിട്ടി? എ സിംഗിൾ ആയി, ബാക്കി ബിയും സിയും കൂടെ എന്ത് ചെയ്തു? ചേർന്നു. ഇങ്ങനൊരു അവസ്ഥ വരുവാണെങ്കിൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഒരാളെ തേച്ചിട്ട് മറ്റൊരാളുടെ കൂടെ പോവുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇനി എന്താണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കും. നോക്ക്, സപ്പോസ് എ ബി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, വേറെ സി ഡി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ഒരു ദിവസം എക്ക് തോന്നി പെട്ടെന്ന് അങ്ങ് ബിനെ തെച്ചിട്ട് ഡിയുടെ കൂടെ പോവാന്ന്. അപ്പൊ തന്നെ സിക്ക് തോന്നി പെട്ടെന്ന് അങ്ങ് ഡിനെ തെച്ചിട്ട് ബിയുടെ കൂടെ പോവാം. അങ്ങനെ പരസ്പരം രണ്ടുപേരും എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചു. എയും ഡിയും കൂടെ ചേർന്നതായിട്ട് മാറി എ ഡി ആയിട്ട് മാറി. സിയും ബി കൂടെ ചേർന്നതായിട്ട് മാറി സി ബി ആയിട്ട് മാറി. ഓക്കെ, ഇങ്ങനെ നടക്കുന്ന റിയാക്ഷൻ ആണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ അല്ലേ? കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് ചേർന്ന് ഒറ്റൊരാളായിട്ട് മാറുക. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റൊരാൾ ചേർന്നതായിട്ട് മാറുക, രണ്ടുപേരായിട്ട് മാറുക. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരോടെ ചെന്നിട്ട് എന്ത് ചെയ്യാം? നോക്ക്, ഒരാളെ തെച്ചിട്ട് പോവാ. ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും പരസ്പരം തേക്കുക. ഇവിടെ നോക്കാം നമുക്ക് ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നതെന്ന്. നോക്ക്, ഇസഡൻ ഉണ്ടായിരുന്നു, അയാള് AgNO3 അടുത്തോട്ട് വന്നു. എന്നിട്ട് എന്ത് പറ്റി? ഇസഡൻ ഉണ്ടായത്. ഇവിടെ ഇരുന്ന ഇസഡൻ NO3 അടിച്ചോണ്ട് പോയി, ഇസഡൻ NO3 ആയിട്ട് മാറി. അപ്പൊ നമ്മുടെ Ag എന്തായി? സിംഗിൾ ആയി. ഏത് റിയാക്ഷൻ? ഒരാളെ തേച്ചു. ഏത് റിയാക്ഷൻ? ഇത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, CaCO3 gives CaO plus CO2. CaCO3 ഒറ്റ കോമ്പൗണ്ട് ആയിരുന്നു, അയാൾ എന്തായിട്ട് മാറി? 2 കോമ്പൗണ്ട് ആയിട്ട് മാറി, സ്പ്ലിറ്റ് ആയി. എന്ത് റിയാക്ഷനാ? ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. നോക്ക്, ഒറ്റ കോമ്പൗണ്ട് രണ്ടായിട്ട് മാറി, ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ അല്ലേ? 2SO2 plus O2 gives 2SO3. രണ്ടുപേരാണ് കൂടി ചേർന്നത്, പക്ഷെ ഉണ്ടായ ഒറ്റൊരാളാണ്. എന്ത് റിയാക്ഷൻ? കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ, അടുത്ത NaCl plus AgNO3 gives NaNO3 plus AgNO3.
എന്നെ ദാ ഇവിടെ ഇരുന്നത് NO3 ഇവിടെ ഇരുന്നത് ഇവർ രണ്ടും അങ്ങ് ചേർന്നു NaNO3 ആയിട്ട് മാറി. Ag ഇവിടെ ഇരുന്നത് Cl ഇവിടെ ഇരുന്നത് രണ്ടും ഇവിടെ ചേർന്നു. അപ്പൊ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചിട്ട് പോയി. ഏത് റിയാക്ഷൻ? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ അല്ലേ? ഇത് പ്രത്യേകം പ്രത്യേകം എടുത്ത് എഴുതുക. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ നിന്നും ആസിഡിലെ നെഗറ്റീവ് അയോണും ബേസിലെ പോസിറ്റീവ് അയോണും ചേർന്നുണ്ടാകുന്ന 4 ലവണങ്ങളുടെ രാസസൂത്രം എഴുതുക. From the table below, write the chemical formula of 4 salt that contain a negative ion from an acid and a positive ion from an base. ഒന്നുമില്ലടാ, സിമ്പിൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ Na ഇവിടെ പോസിറ്റീവ് അല്ലേ, നെഗറ്റീവ് ആരൊക്കെ ഉണ്ട്? OH അല്ല ശരി ഇവിടെ വരണ്ടേ, ഇവിടെ OH അല്ല വരണ്ടേ, Cl മൈനസ് എഴുതാം. ഓക്കെ, അപ്പൊ Cl മൈനസും SO4 ആയിട്ട് ചേരുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്ന് എഴുതാം. പോസിറ്റീവ് നെഗറ്റീവ്. Ca2+ ഇവിടെ ഇല്ലേ, അപ്പൊ Ca2+ Cl മൈനസും SO4 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോമ്പൗണ്ടിന്റെ പേര് എഴുതാം. ആദ്യം Na പ്ലസും Cl മൈനസും നോക്കാം. നോക്കിക്കോ എങ്ങനെ കെമിക്കൽ ഫോർമുല എഴുതുന്നത്. Na ആദ്യം എഴുതി, പോസിറ്റീവ് ആണ് ആദ്യം എഴുതാൻ വേണ്ടി. Cl രണ്ടാമത് എഴുതി. എന്നയുടെ മുകളിലുള്ള ചാർജ് എത്രടാ? +1 അല്ലേ, 1. Cl മുകളിലുള്ള ചാർജ് എന്താ? 1. എന്നോട് എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? Na1 Cl1 ദാറ്റ് ഈസ് NaCl. ഒരു സാൾട്ടിന്റെ പേരായി. അടുത്ത Naയും SO4ഉം. Na+1 SO4 -2. ചാർജ് എന്തോടാ? 1ഉം ഇയാളുടെ ചാർജ് 2 ആണ് അല്ലെ? ക്രോസ് ചെയ്യാം. 2 എടുത്തിട്ട് Naക്ക് കൊടുക്കുക, 1 എടുത്തിട്ട് SO4 കൊടുക്കുക. Na2 SO4 ഉണ്ടോ? 1 ആണ് SO4 കൊടുത്തത്, അതുകൊണ്ട് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. സോ ഇതാണ് സോഡിയം സൾഫേറ്റ്. ഇനി കാൽഷ്യത്തിന്റെ നോക്കണം. Cയുടേത് 2+. അടുത്ത Cl ആയിട്ട് ചേർന്നു, Cl മൈനസ്. Cയുടേത് 2 ആണ്, Clൻ്റെത് 1 ആണ്. 1 എടുത്തിട്ട് Caക്ക് കൊടുക്കുന്നു, 2 എടുത്തിട്ട് Clന് കൊടുക്കുന്നു. അപ്പൊ CaCl2. അടുത്ത സോൾട്ടിന്റെ പേരായി. അടുത്ത സോൾട്ട് Cയുടേത് +2 ആണ്, SO4ൻ്റെത് -2 ആണ്. നോക്ക്, Ca+2 കഴിഞ്ഞ് Cl കഴിഞ്ഞു, CaSO4 നോക്കാം. അപ്പോ ഇയാളുടെയും 2 ആണ്, ഇയാളുടെയും 2 ആണ് അല്ലെ? രണ്ടുപേരുടെയും ഒരേ ചാർജ് ഒന്ന് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു? കട്ട് ചെയ്ത് കളയണം. അപ്പൊ എന്ത് കിട്ടും? 1 കിട്ടും. 1 എടുത്ത് ഡിയാക്ക് കൊടുക്കുക, 1 എടുത്ത് ഡിയാക്ക് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? രണ്ടെങ്കിൽ ചേർത്ത് എഴുതിയാൽ മതി, CaSO4. ഓക്കെ ആണോ? ഇതാണ് 4 സാൾട്ടുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. CaCO3 + 2HCl gives CaCl2 + H2O + CO2. ഓക്കെ അല്ലേ? സോ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദിസ് റിയാക്ഷൻ when temperature increases rate of reaction increases by. ഈ റിയാക്ഷനിൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ